ബിക്കോസ് അതൊരു ലവേഴ്സ് കോർണറാണ്. ഇതാണ് പന്തളം കൊട്ടാരം. ഹേ ഗൈസ്, ഞാനാണ് ബ്ലോഗ് എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ രാവിലെ തൊട്ട് തുടങ്ങി അടിയ ഞങ്ങള് റൂം വെക്കേറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഇതുവരെ ഞങ്ങൾ മിന്നിട്ടുണ്ടായില്ല. ഇപ്പഴേ വണ്ടി ഒതുക്കിയിട്ട് ഞാൻ ബ്ലോഗ് എടുക്കാന്ന് പറഞ്ഞോണ്ട് മാത്രം ആളൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് കോട്ടയത്ത് തന്നെയാണ് സ്റ്റേ ഉള്ളത്. ഇത് ഡേ 3. പക്ഷെ അതും അറിയാതെ ഞാൻ ഇൻട്രോ എടുത്ത് തല്ലുപിടിക്കാൻ കാരണം പറയാം. കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നലെ കഴിക്കാൻ പോയത്, ബൊഫെ. ഭയങ്കര ഹെൽത്തി ടേസ്റ്റി ഫുഡായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇയാള് കിടന്ന് ഉറങ്ങി. അത് ഇന്നലെ ഭയങ്കര ടയേർഡായിരുന്നു. ഞാൻ ഭയങ്കര ടയേർഡ് ഇന്നലെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. എനിക്ക് വിശന്നത് കൊണ്ടാണ് എനിക്ക് പ്രാന്തായത്. ദേഷ്യം വന്നിട്ട് എനിക്ക് പ്രാന്തായി. ഞാൻ ഫോണൊക്കെ എറിഞ്ഞിട്ട് പുറത്തിരുന്നു. എന്നിട്ടിപ്പോ അപ്പോ ചങ്ങനാശ്ശേരിക്ക് പോവാണ്. പ്രോപ്പർ കോട്ടയം തന്നെ ആയിരുന്നു നമ്മൾ റൂം എടുത്തിരുന്നത്. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കണം. പിന്നെ ഈ കൊറേ ഡ്രസ്സ് മുഷിയത് കിടപ്പുണ്ടോ വണ്ടിയില്. 3 ദിവസത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഇവിടെ കൊണ്ട് അലക്കിപ്പിക്കണം. അങ്ങനെ അപ്പോ ഞങ്ങൾ ഇനി ഹോട്ടലിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, ഫുഡ് കിട്ടി. നമ്മൾ ഊണായിട്ട് ഓർഡർ ചെയ്ത. പിന്നെ ഇതെന്ത് മീനാ? നെയ്മീൻ ഗ്രില്ല് ചെയ്തത്. അത് ഞങ്ങൾ കഴിക്കട്ടെ, വിശന്നിട്ട് വയ്യാം. ഫുഡ് ഒക്കെ കഴിച്ച് അങ്ങനെ ഇറങ്ങി കേട്ടോ. ഫുഡ് അടിപൊളിയായിരുന്നു. പക്ഷെ അതിലെ റൈസ് ഉണ്ടല്ലോ, ചോറ് നമുക്ക് അത്ര നല്ലതല്ലായിരുന്നു. കുത്തരിയുടെ അരിയായിരുന്നു. കുത്തരിയുടെ അരിയായിട്ടല്ല, അത് വെവ് കൂടിയിട്ടോ അങ്ങനെ എന്തോ ഒരു പ്രശ്നം. അതിനാണ് ജയേരിയ ഇഷ്ടം. പിന്നെ പ്രൈസ് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് ഞെട്ടി. ഒരുപാട് പേർക്ക് പൈസ കഴിക്കാനുള്ള അത്രയും പ്രൈസായി. പക്ഷെ അത് സീനില്ല. പക്ഷെ റൈസ് ഇത്ര പോരായിരുന്നു. പിന്നെ പക്ഷെ എല്ലാം കൂടെ കഴിച്ച് എൻ്റെ വയറൊക്കെ നിറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം നമുക്ക് 6 മണി വരെ സമയമുണ്ടല്ലോ. 6 മണി വരെ വെറുതെ ഇരിക്കണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്നൊരു ½ ആൻ അവറേ ഉള്ളൂ പന്തളം കൊട്ടാരത്തിലേക്ക്. അപ്പോൾ അവിടെ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോവാണ് നേരെ. അപ്പോൾ ലെറ്റ്സ് ഗോ ടു പന്തളം കൊട്ടാരം. നമ്മളെത്തി ഗൈസ്. അങ്ങനെ നമ്മൾ 1/2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് ആയുർവേദ ഹോസ്പിറ്റലാണ് കേട്ടോ കാണുന്നത്. 1/2 മണിക്കൂറല്ല, 25 മിനിറ്റ്സോ നിയർ ബൈ 1/2 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തു. നമ്മളെത്തി. നമ്മളൊരു ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇത് അമ്പലത്തിലേക്ക് പോണേ മീൻ തിന്നിട്ട്. അയ്യോ, അമ്പലമോ? ചേച്ചിമാരൊക്കെ. ഇതാണ് പന്തളം തമ്പുരാനല്ല, പന്തളം കൊട്ടാരം. ഇതാണ് പന്തളം കൊട്ടാരം. പക്ഷെ ഇത് എനിക്കറിയില്ല, ഇത് പന്തളം കൊട്ടാരത്തിൻ്റെ പാർട്സ് ആയിരിക്കും. ബാക്കിലേക്കാണ് കേട്ടോ. ഇത് അമ്പലോ തിരുവാഭരണം. ഇതതിൻ്റെ വല്ല ദേവസ്വം ആയിരിക്കും. നമ്മളിപ്പോൾ പോണത് പാലത്തിലേക്കാണ്, തൂക്കുപാലം. ഞാൻ തടി വെച്ചോ ഗൈസ്? തടി വെച്ചെന്ന് പറയാം. കുഴപ്പമില്ല, 2 ദിവസം കൊണ്ട് ഇത് കുറയുന്നതായിരിക്കും. ഇവനാ വഴിയൊക്കെ എടുക്കുക. ഞാൻ പറഞ്ഞിട്ട് ഇവന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇതാണ് പന്തളം ഹാങ്ങിങ് ബ്രിഡ്ജ്. അതാണ് കാണിച്ചത് കേട്ടോ. ഇവിടെ ഒരു സമയത്ത് 50 പേർക്ക് മാക്സിമം നിൽക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വന്നാൽ 5000 രൂപ പിഴയോ? എന്തോ എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ. ഒരു അമ്പലം അവിടെ. അങ്ങനെ തട്ടാറ വെയിലത്ത് ഞങ്ങൾ ഹാങ്ങിങ് ബ്രിഡ്ജിലെത്തിയിരിക്കുകയാണ് ഗൈസ്. നിൽക്കാനും വെയിലൊന്നും പ്രശ്നമല്ല. വാ. ഉള്ളത് ഇതാണ് പന്തളം തൂക്കുപാലം. പ്രത്യേകിച്ച് ഒന്നും ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങോട്ട് ക്യാമറ കാണിക്കാൻ പറ്റില്ല, ബിക്കോസ് അതൊരു ലവേഴ്സ് കോർണറാണ്.
അവിടെ വെയിലായതുകൊണ്ടാണ് ആക്ച്വലി ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ അവിടെ ശരിപ്പെടുത്താനൊന്നുമല്ല. എനിക്ക് വെയിലെത്തിക്കാൻ പറ്റില്ല. എൻ്റെ സ്കിന്നിപ്പം തുടങ്ങും പരിപാടിയില്ല പ്രശ്നം. എനിക്ക് ഭയങ്കര ചൊറിച്ചിലാണ്. അതെ അതെ സത്യം. പോകുന്നു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. നമ്മളങ്ങനെ എവിടെ പോവാ? അമ്പലത്തിലേക്ക് പോവാം. തിരിച്ചല്ല, ഇനി അമ്പലത്തിലേക്ക് പോവാണ്. തിരിച്ച് അമ്പലത്തിലേക്ക് അവിടെ നിൽക്കാൻ പറ്റോ? ഫുള്ള കോർണറ, പലതും സംഭവിക്കാണ്ട് അവിടെ. ഭയങ്കര സീൻ. അതുകൊണ്ട് ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല, തിരിച്ചു പോവാ. അയ്യോ, നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. കിടക്കണം നമ്മുടെ വീട്. സൂം ചെയ്യാൻ പറ്റില്ല. ഇതാണ് നമ്മളുടെ പന്തളം കൊട്ടാരത്തിൻ്റെ അമ്പലത്തിലേക്കുള്ള വഴി. പക്ഷേ ഇതിൽ നേരെ ആ പുഴയുടെ അടുത്തേക്ക് പോവാം. പക്ഷെ ഞങ്ങൾ ഫിഷൊക്കെ കഴിച്ച് നാളെ പോണില്ല, അങ്ങനെ തീരുമാനിച്ചു. കൊച്ചു കൊട്ടാരം അല്ലേ, പാലസ് കണ്ടോ? എനിക്ക് ഇങ്ങനത്തെ വീടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അനുമോ വീട് ക്ലീൻ ചെയ്യണം. ക്ലീനിങ്ങിലാണ് അല്ലേ? ഞാനുള്ളതുകൊണ്ട് ഇപ്പം ഈ വണ്ടി വൃത്തിയായിരിക്കുന്ന. ഓ, എന്നെ പേടിച്ചിട്ടാണ് നീ ക്ലീൻ ചെയ്യണേ, അല്ലാതെ നീയായിട്ട് ക്ലീൻ ചെയ്ത് തുടങ്ങിയതൊന്നും അല്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടല്ലേ ഇത് ക്ലീൻ ചെയ്ത് തുടങ്ങി. ഓ ഓവാ ഓവാ നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കുറച്ചു നേരം വീഡിയോസ് ഒക്കെ നോക്കിയിരുന്ന പിന്നെ അങ്ങ് ഇറങ്ങി എടുക്കല്ലോ. അതോ ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. ഞങ്ങളിവിടെ വർക്കിന്റെ സ്ഥലത്ത് എത്തി കേട്ടോ. അപ്പം ഇത്ര നേരം ഞങ്ങൾ വീഡിയോ എടുത്തില്ല, കാരണം ഞങ്ങളുടെ ഉള്ള വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അങ്ങനെ വെക്കരുത്, അതിന് വെക്കേണ്ട ഒരു രീതിയുണ്ട്. വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ പോയി എല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെയും കാറിൽ വന്നിരുന്നു. എന്നിട്ട് വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തു ഞങ്ങളുടെ. അത് ഡേ 1 ആട്ടോ കോട്ടയത്ത്. അപ്പം ഇന്നിപ്പോൾ ഡേ 3 ആയി. അപ്പം ഞങ്ങൾ അവിടെയാണ് വർക്ക്, കാണാമോ? അപ്പം കനാനായി കല്യാണം തന്നെയാണെന്ന് തോന്നുന്നു. അതിവിടെ ഉണ്ട്, അത് വ്ളോഗ് കാണാണ്. അപ്പം ഞങ്ങൾ വർക്ക് തുടങ്ങുമ്പോൾ കാണിക്കാൻ ബാക്കി. ഓക്കെ, കണ്ടോ? വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തു. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ടാബിലിരുന്ന് കാണുകയാണ്. എല്ലാവരും പോയി കാണുക. സമയം 8:30. അതൊരു 3 മണിക്കൂർ ഇരുന്ന 3-3.5 മണിക്കൂറിന് എനിക്കൊരു സംഭവം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. താങ്ക് യു. അതും നമ്മളവിടെ പോയി കുറച്ച് നേരമൊക്കെ നിന്നു. പക്ഷെ വർക്ക് തുടങ്ങാനാവാത്തതുകൊണ്ട് നമുക്ക് വിശക്കുന്നതുകൊണ്ട് നമ്മൾ വേഗം ഒരു കടയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ കട കണ്ടുപിടിച്ചു. ടിക്കറ്റ് എനിക്ക് ഇതൂണ്, ഇതെനിക്ക്. എന്താ തിന്നോല് ചെക്കൻ വന്ന് അങ്ങനെ നമുക്ക് കോള് വന്നു, വർക്ക് തുടങ്ങാനായി എന്ന് പറഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ഓൾറെഡി അവിടെ കൊണ്ടുവച്ചിട്ട് ഒരു ബാഗ് മാത്രമേ എടുക്കാനുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ സെറ്റാക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കണ സമയമാണ് ഈ കാണുന്നത്. അങ്ങനെ വർക്ക് തുടങ്ങി. വർക്കൊക്കെ ഇടില്ലെന്നായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളിയായി പോയി. ഓടി വന്നേക്കാണ് മടക്കാനായിട്ട്. പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പാക്കിങ് തുടങ്ങിയിരുന്നു. ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേക്ക് ഇതായ അവസ്ഥ, എല്ലാം പൊളിഞ്ഞു.
വർക്ക് കഴിഞ്ഞപ്പോ ഇവരായിട്ട് കമ്പനി ആയിട്ടോ. അതുകൊണ്ട് ചങ്സായ ആ മഞ്ഞച്ചേട്ടൻ. നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണോ? ഗായ്സ് അതുവിനെ ഭ്രാന്തളിക ഗായ്സ്. അങ്ങനെ 3 ദിവസത്തെ വർക്കിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുന്ന സന്തോഷത്തിൽ അത് 2 പൊട്ടിക്കുകയാണ്. കുണ്ട് 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 കുണ്ട്. ഞങ്ങളങ്ങനെ തിരിച്ചിറങ്ങി ഗായ്സ്. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ, ഗ്ലാസ് പോലും കാണില്ല. അനുമോൻ എങ്ങനെ ഓടിക്കണ വണ്ടി, ഇഷ്ടപ്പെട്ട എങ്ങനെയൊക്കെയോ വണ്ടി ഓടിക്കാൻ. ഒരു വക കാണാൻ പറ്റണില്ല, ലൈറ്റ് ഇട്ടിട്ടും വൈപ്പർ ഇട്ടിട്ടും ഒരു രക്ഷയില്ല. ഹലോ ഗൈസ്, ഡേ 3 കോട്ടയം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അനുമോൻ നല്ല ഉറക്കമാണ്, അവൾ ഉറങ്ങി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.